ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ ചികിത്സയിലുള്ള 5 മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ മരിച്ച ആലപ്പുഴ ആയുഷ് ഷാജിയുടെയും കോട്ടയം സ്വദേശി ദേവനന്ദന്റെയും സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. KSRTC ജീവനക്കാരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, ആ വാഹനത്തിൽ അവർ 11 പേരുണ്ടായിരുന്നു. 5 പേർ ഇന്ന് അവർക്കൊപ്പമില്ല. മറ്റ്6 പേരുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആ 2 പേരുടെ അടക്കം പിന്നീടുള്ള 4 പേർ, അവരുടെ എല്ലാം ഏറ്റവും പുതിയ ആരോഗ്യ വിവരങ്ങൾ എങ്ങനെയാണ് ഷൈജു? ഇപ്പം ഈ ദേവനന്ദന്റെയും ആയുഷ് ഷാജിയുടെയും സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? വിശദ വിവരങ്ങൾ എന്താണ് ഷൈജു? സൈഫുദ്ദീൻ, 11 പേരിൽ 5 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. 5 പേരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇനി 2 പേർ, ദേവനന്ദന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയത്ത് പാലയിലെ വീട്ടുവളപ്പിലാണ് സംസ്കരിക്കുന്നത്. ആയുഷ് ഷാജിയുടെ മൃതദേഹം ഇന്ന് രാവിലെ 10:30 ആലപ്പുഴ കുട്ടനാട് കാവാലത്തുള്ള വീട്ടുവളപ്പിലും സംസ്കരിക്കും. ഇപ്പോൾ ചികിത്സയിലുള്ള 6 പേരുണ്ട്. 6 പേരിൽ ഒരാൾ പരിക്കുകളൊന്നുമില്ല എങ്കിൽ തന്നെയും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ നിരീക്ഷണത്തിൽപ്പെടുത്തി മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. മറ്റ് 5 പേരുണ്ട്. 5 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. എടത്വ സ്വദേശിയുടേതാണ് ഈ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. ന്യൂറോ സർജറിക്ക് വിധേയമാക്കിയെങ്കിലും അപകടനില തരണം ചെയ്യാൻ ഇനിയും സമയമെടുക്കും എന്നാണ്. മറ്റ് 2 പേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ 3 ആളുകളെയും ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഇവരുടെ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 10 വകുപ്പ് മേധാവികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 10 അംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അവർ ആണ് ഇക്കാര്യങ്ങൾ ക്രോഡീകരിച്ച് വൈകുന്നേരം മെഡിക്കൽ ബുള്ളറ്റിൽ ഇറക്കും. ഇന്നലെ വൈകുന്നേരം ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിലെ വിവരമാണ് ഞാനിപ്പോൾ നൽകിയത്. ആ അർത്ഥത്തിൽ എന്ത് വില കൊടുത്തും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്രയത്ന പരിപാടിയാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചികിത്സയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും 6 പേരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഡോക്ടർമാർ വളരെ നന്നായി ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊന്ന് കേസ് അന്വേഷണമാണ്. കേസ് അന്വേഷണത്തിൽ മോട്ടോർ വാഹന വകുപ്പാണ് ഇക്കാര്യത്തിൽ പ്രധാനമായ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അവയെല്ലാം പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിന് ശേഷം അവർ എത്തിയ കുറച്ച് നിഗമനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വണ്ടിയുടെ കാലപ്പഴക്കമാണ്. മറ്റൊന്ന്, ഈ വണ്ടി റെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ റെന്റേ കാർ ലൈസൻസ് വാഹന ഉടമ എടുത്തിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റ് ചില പെർമിറ്റുകളും എടുക്കേണ്ടതുണ്ട്. ആ പെർമിറ്റും ഇവർ സ്വന്തമാക്കിയിട്ടില്ല. ഈ വാഹന ഉടമ പറയുന്നത് താൻ റെന്റിന് വാഹനം കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷേ അത് മോട്ടോർ വാഹന വകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസിന് നൽകിയ മൊഴിയിൽ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എൻഫോഴ്സ്മെന്റ് RTO അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ ഡ്രൈവറായിരുന്ന വിദ്യാർത്ഥി അപകടം പറ്റിയപ്പോൾ ആശുപത്രിയിലാണ്. 6 മാസത്തിന് മുമ്പാണ് അദ്ദേഹത്തിന് ലൈസൻസ് ലഭിച്ചത്. അതുകൊണ്ട് ലൈസൻസ് ലഭിച്ചതിന് ശേഷം പരിചയക്കുറവ് ഈ വാഹനത്തിൽ ഈ വാഹനം ഓടിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടത്തിന് അതൊരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന കാര്യവും RTO വിശദമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. റദ്ദ് ചെയ്യാനാണ് ഒടുവിൽ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബസ്സിന്റെ ഡ്രൈവർ കുറ്റക്കാരനല്ല എന്നൊരു നിഗമനത്തിലേക്കാണ് എത്തിയത്. 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ 2 പേർക്കുമെതിരെ കേസെടുക്കുന്ന സ്വാഭാവിക നടപടിയിലേക്ക് മാത്രമാണ് കടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റം ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കും എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അന്വേഷണം ആ വഴിക്കും നീങ്ങുന്നുണ്ട്. ചികിത്സ മറ്റൊരു വഴിക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്കാരങ്ങൾ ഇന്ന് പൂർത്തിയാവുകയും ചെയ്യും. സൈഫുദ്ദീൻ, ശരി. അപകടത്തിൽ KSRTC ബസ്സിന് മുന്നിലേക്ക് പാഞ്ഞു കയറിയ ആ ടവേര വാഹനത്തിൽ അവർ 11 പേരുണ്ടായിരുന്നു. അതിൽ 6 പേർ ഇനി മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. അവരെ വേഗത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഫലിക്കട്ടെ. വേഗത്തിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം.